ശ്രീ പി കെ സജീവൻ, ഇവിടെ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ശബരിമലയിൽ സ്വർണ്ണമോഷണം നടന്നു. അത് വലിയ തോതിൽ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ് താനും. പക്ഷേ ദേവതയുടെ പിതൃസ്ഥാനത്ത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള തന്ത്രി തന്നെ ആ മോഷണത്തിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ ആ മുറിവ് വലുതാക്കുന്നതോ ആ മുറിവിൽ ഉപ്പ് പുരട്ടുന്നതോ ആണ്. അത് വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്നതാണ് ആർക്കും, വിശ്വാസിയായ ആർക്കും. ഇവിടെ ഇപ്പോൾ തന്ത്രി ഈ കേസിലേക്ക് വന്നതോടുകൂടി ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന ചില സംശയ ചിന്തകളൊക്കെ വരുന്നത് നിഷ്കളങ്കമായിട്ടായിരിക്കുമോ? അതായത് തന്ത്രിക്ക് എങ്ങനെയാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാകാൻ കഴിയുന്നത്? അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയനാകാൻ ഒരു തന്ത്രിക്കും കഴിയുകയില്ല. കാരണം അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായിട്ടുള്ള ആളുകൾ ആരാണെന്നുള്ളത് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അല്ലാതെ തന്ത്രിയൊന്നുമല്ല. തന്ത്രിയൊക്കെ ഇങ്ങോട്ട് വരുന്നത് 1900-ന് ശേഷമാണ്. അവിടെ പ്രതിഷ്ഠയും പുനഃപ്രതിഷ്ഠയും നടക്കുന്ന സമയത്ത് മാത്രമാണ് തന്ത്രികൾ ഇങ്ങോട്ട് വരുന്നത്. അതിനു മുമ്പ് ശബരിമല അമ്പലത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത് മലയരയ സമുദായത്തിലെ ആളുകളായിരുന്നു. അത് 1883-ൽ സാമുവൽ ബറ്റീർ പറഞ്ഞിട്ടില്ലേ? വാർഡ് കോർണർ പറഞ്ഞിട്ടില്ലേ? അതിനെപ്പറ്റി എന്നാ കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് ചർച്ച ചെയ്താൽ അതിനെപ്പറ്റി എന്താ പറയാത്തത്? ഇപ്പോൾ ശബരിമലയിലെ 2 തന്ത്രിമാർ, ഒരു തന്ത്രി കാമിനി മൂലം അറസ്റ്റ് ചെയ്യപ്പെടുകയും പുറത്തു നിൽക്കുകയും ചെയ്യുകയാണ്. മറ്റൊരു തന്ത്രി കനകം മൂലം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കേസിനകത്ത് സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട കാര്യമില്ല. കാരണം ഈ കേസ് അന്വേഷിക്കുന്നതിൻ്റെ മുഴുവൻ മേൽനോട്ടവും ബഹുമാനപ്പെട്ട കോടതിയാണ്. ആ കോടതിയാണ് ഈ കേസ് വളരെ സത്യസന്ധമായിട്ട് അന്വേഷിക്കണമെന്ന് നിർബന്ധമുണ്ട് കോടതിക്ക്. അതുകൊണ്ടാണ് കോടതിക്ക് ഇത് ഇത്ര ഡീപ്പായിട്ട് തന്നെ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. കോടതി തന്നെ പറഞ്ഞില്ലേ അഭിലാഷേ? എന്താ പറഞ്ഞത്? വേലി തന്നെ വിളവ് തിന്നുകയാണല്ലോ എന്ന് കോടതി പറഞ്ഞു. നമ്മൾ അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഏത് വേലിയാണ് വിളവ് തിന്നുന്നത്? വേലി എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ വാളാണ്. ആ പ്രൊട്ടക്ഷൻ വാൾ ആരെല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? അത് ആ ക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളെയും അല്ലേ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ആ ക്ഷേത്രത്തിൻ്റെ അധികാരികളായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 2 പ്രസിഡന്റുമാർ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാർ 2 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോടാനുകോടി വരുന്ന അയ്യപ്പസ്വാമിയുടെ ഭക്തരുടെ വികാരത്തിന് വലിയ ഭംഗം നേരിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മലയരക സമുദായത്തിന് അവകാശപ്പെടാനുള്ളത് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതലയും താന്ത്രിക അവകാശവും മലയരക സമുദായത്തിന് വിട്ടു നൽകണം. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഓരോരുത്തരും ജയിലിൽ പോകും. അതിനകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. ആരൊക്കെ മോഷിച്ചിട്ടുണ്ടോ അവരെല്ലാം ജയിലിൽ പോകും. യഥാർത്ഥ മോഷണം നടന്നിരിക്കുന്നത് അഭിലാഷേ ഈ ക്ഷേത്രം നിർമ്മിച്ച മലയരക സമുദായത്തിൻ്റെ ക്ഷേത്രം മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് യഥാർത്ഥത്തിലുള്ള മോഷണം. അവരെ പിടിക്കണ്ടേ? ഇപ്പോൾ 15-ാം തീയതി മകരവിളക്ക് നടക്കുന്നു. ആ മകരവിളക്ക് അവിടെ ദീപം 1949 വരെ അവിടെ ദീപം തെളിച്ചിരുന്നത് മലയരക സമുദായത്തിൽപ്പെട്ട ആളല്ല ആയിരുന്നല്ലോ. പുത്തംവീട്ടിൽ കുഞ്ഞനായിരുന്നല്ലോ അവിടെ ദീപം തെളിച്ചിരുന്നത്. അദ്ദേഹത്തെ ദേവസ്വം ബോർഡിൻ്റെ ഗുണ്ടകൾ അടിച്ച് അവിടെ നിന്ന് പുറത്താക്കുകയല്ലേ ചെയ്തത്? ശബരിമല ക്ഷേത്രം മാത്രമാണോ ഈ സമുദായം നിർമ്മിച്ചിട്ടുള്ളത്? നോക്കിക്കോണം. ലോകത്തിലെ അഭിലാഷയെ നമ്മൾ മാതൃഭൂമി പോലെയുള്ള ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിരന്തരം പോരാട്ടം നടത്തിയ ഒരു പത്രമാണ് മാതൃഭൂമി. അതിൻ്റെ ചാനൽ അതിൻ്റെ കൃത്യമായ ധാർമ്മികത നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചാനലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ മാതൃഭൂമി ദിനപത്രം ആകമാനം വായിച്ച ഒരു വ്യക്തിയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മോഷ്ടാക്കൾ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഞങ്ങളുടെ പ്രമുഖമായ ക്ഷേത്രങ്ങളെല്ലാം ദേവസ്വം ബോർഡ് കയ്യേറിയിരിക്കുകയാണ്. ശബരിമല ക്ഷേത്രം അഭിലാഷ് ഇറങ്ങി നോക്കിക്കോ, നിലയ്ക്കല മഹാദേവ ക്ഷേത്രം, അതുപോലെ തന്നെ പശ്ചിമദേവി ക്ഷേത്രം. ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്നിടത്തുനിന്ന് 5 കിലോമീറ്റർ മാറിയാണ് പശ്ചിമദേവി ക്ഷേത്രം. വള്ളിയാങ്കാവ് ദേവി ക്ഷേത്രം കോടാനുകോടി രൂപ വരുമാനമുള്ള ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളെല്ലാം അടിച്ചു മാറ്റിയത് ഈ ദേവസ്വം ബോർഡാണ്. എന്ത് അവകാശമാണ് ഈ സമുദായത്തിന് കൊടുത്തിട്ടുള്ളത്? എന്തെങ്കിലും ഒരു ധാർമ്മികത ഉണ്ടായിരുന്നു? അതിനകത്ത് ജനാധിപത്യ മര്യാദ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. അത് വേറൊരു വിഷയം തന്നെ. പക്ഷേ അതിൽ നിന്നും തന്നെയാണല്ലോ ഇപ്പോഴത്തെ മോഷണവും ഈ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് മോഷ്ടാക്കള് ഇപ്പോൾ നടന്നിരിക്കുന്ന മോഷണം എന്ന് പറയുന്നത് ആ മോഷണം മുതൽ കോടാനുകോടി രൂപയുടെ മോഷണമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള മോഷണം നടന്നിട്ടില്ല. ശരി. അതുകൊണ്ട് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത്
ഇവരെ ജയിലിലടയ്ക്കുകയും കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരി. അത് കോടതിയുടെ നീക്കത്തെ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ശരി, ഓക്കെ. നമുക്ക് എന്തായാലും ഇനി ഈ കേസ് അടുത്ത തവണ സിറ്റിംഗിലേക്ക് വരുമ്പോൾ എന്ത് ദേവസ്വം ബെഞ്ച് പറയുന്നു എന്നുള്ളത് കൂടി വളരെ ക്രൂഷ്യലാണ്.